JMJ കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എന്നാൽ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാക്കുന്നതും എന്നാൽ ഓരോ തവണ നമ്മൾ ഉണ്ടാക്കുമ്പോഴും അത് ടേസ്റ്റിൽ മാറി മാറി വ്യത്യാസം വരുന്നതുമായ ഒരു റെസിപ്പിയാണ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളും എന്നാൽ വളരെ രുചികരമായ രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. പുട്ട് ഇഷ്ടമില്ലാത്തവർക്ക് പോലും പുട്ടിൻ്റെ ഫാനായി തീരുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഈ പുട്ടുണ്ടാക്കി നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞു പോവും എന്ന് പറയുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ശരിക്കും പഞ്ഞി പോലുള്ളൊരു പുട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പുട്ട് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ചാക്കരിയാണ്. സാധാരണ നമുക്ക് റേഷൻ കടയിൽ നിന്ന് ചാക്കരി കിട്ടും. റേഷൻ കടയിലെ ചാക്കരിയോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചാക്കരിയോ ആണെങ്കിലും കുഴപ്പമില്ല. ഇതിൽ ഞാൻ ചാക്കരി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചാക്കരിയും പച്ചരിയും കൂടെ ഞാൻ മിക്സ് ചെയ്തിരുന്നില്ല. സാധാരണ മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇത് ചാക്കരി മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുട്ടാണ്. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ചാക്കരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ചാക്കരിയാണ്. ഇത് ഞാൻ 3 തവണ കഴുകി ഒരു 5 മണിക്കൂർ സോക്ക് ചെയ്യാനിട്ടു. അപ്പം മിനിമം 5 മണിക്കൂറെങ്കിലും ഇടണം. അത് 8 മണിക്കൂർ വരെ ആയാലും കുഴപ്പമില്ല. 5 മണിക്കൂർ സോക്ക് ചെയ്ത് കഴുകി ഇതിൻ്റെ വെള്ളം വാർത്തിയെടുത്തതാണ്. ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ അധികം നേരം മിക്സി ഓണാക്കി പൊടിക്കരുത്. കുറച്ച് നേരം ഒന്ന് പൊടിച്ച ചെറിയ തരങ്ങോട് കൂടി തന്നെ ഇത് അരിച്ചെടുക്കുക. വലിയ കണ്ണുള്ള അരിപ്പയിൽ വേണം ഇത് അരിച്ചെടുക്കാനായിട്ട്. നമ്മൾ കുറച്ച് നേരം ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതലും നൈസായിട്ടുള്ള പൗഡറായിരിക്കും ഉള്ളത്. അധികം പൊടിഞ്ഞു പോകാതെ നല്ല തരങ്ങോടുകൂടി മാത്രം നമുക്കിത് പൊടിച്ചെടുക്കാം. ഞാൻ അങ്ങനെ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഞാനിവിടെ നല്ല തരങ്ങോടുകൂടി ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോഴേ അറിയാം ഇത് നല്ല തരങ്ങായിട്ടായിരിക്കുന്നത്, നൈസ് പൗഡറായിട്ടല്ല. ഇതുപോലെ തരങ്ങായിട്ട് പൊടിച്ചെടുത്താലേ പുട്ട് നന്നായിട്ടിരിക്കുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു സ്റ്റീമറോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടോ ഉപയോഗിക്കാം. ഇതിലേതെങ്കിലും വെച്ച് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒരു സ്റ്റീമറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ റൈസ് പൗഡർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ഹോളിക്കൂടെ പൗഡർ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് കോട്ടൺ തുണി വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കിഴി കെട്ടി വേണേലും നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കിഴി കെട്ടുന്നില്ല, എന്നാലും പുറത്തേക്കുള്ള ഈ തുണി മിച്ചമുള്ളത് ഇങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് നമുക്കിതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി 10 മിനിറ്റ് ഇത് നന്നായിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് സ്റ്റീം ചെയ്തിട്ട് 10 മിനിറ്റായി. നമുക്ക് സ്റ്റീം എല്ലായിടത്തും നിരന്ന് കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. സ്റ്റീമൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇനി നമുക്കിത് ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ കോട്ടൺ തുണിയിൽ കൂടുതലായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. നമുക്ക് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറുവോളം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് സ്റ്റീം ചെയ്ത് ചൂടൊക്കെ മാറി നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പുട്ടിനെ നനച്ചതുപോലെ നന്നായിട്ട് നനഞ്ഞാണ് ഈ പൊടിയിരിക്കുന്നത്. അത് ഞാനിങ്ങനെ പരന്ന പാത്രത്തിലേക്ക് വെച്ച് ഒരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഉണങ്ങി ഇതിൻ്റെ ജലാംശം എല്ലാം മാറി നമുക്കിതുപോലെയായിട്ട് കിട്ടുന്നതാണ്. സാധാരണ ഞാൻ ചെയ്യുന്നത് വൈകുന്നേരം കിടക്കാൻ നേരത്ത് സ്റ്റീം ചെയ്ത് നമ്മളിതുപോലെ ഒരു കുറച്ച് പരന്ന പാത്രത്തിലേക്ക് വെച്ച് കവർ ചെയ്തങ്ങ് വെക്കുകയുള്ളൂ. രാവിലെ ആകുമ്പോഴത്തേന് ഇതിൽ ജലാംശം എല്ലാം മാറിക്കിട്ടും. അല്ലെങ്കിൽ ഇത് 5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. 5 മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോഴത്തേൻ്റെ ചൂട് നന്നായിട്ട് മാറിക്കിട്ടും, ഇതിലെ ജലാംശം എല്ലാം മാറിക്കിട്ടും. ആ സമയത്ത് ഇതിൽ കുറച്ച് കട്ടകൾ കാണും. അപ്പോൾ നമുക്കത് കൈകൊണ്ട് തിരുമ്മി പൊടിച്ച് വെച്ചാലും മതി. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് പുഷ് ചെയ്ത് ഒരു 3-4 സെക്കൻഡ്സ് മിക്സിയിലൊന്ന് കറക്കിയെടുത്താലും മതി. അപ്പോൾ ഇതിലെ കട്ടയൊക്കെ മാറും. സാധാരണ നമുക്ക് കൈകൊണ്ട് പൊടിച്ചാൽ മാറാവുന്ന കട്ടകളൊക്കെ ഉള്ളൂ. ഇത് ഞാനിപ്പം കൈകൊണ്ട് ഇതിലെ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നത് മാറ്റി പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നല്ല പൗഡറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് എടുത്ത് ആവശ്യത്തിന് ഉപയോഗിക്കാം. ബാക്കി വരുന്നത് എടുത്ത് ഒരു സിപ്ലോ കവറിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 2 ആഴ്ച വരെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ വെയിലത്ത് വെച്ച് ഉണങ്ങുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് 2 ആഴ്ചയോ 3 ആഴ്ചയോ വരെ ഇത് കേടുകൂടാതെ ഈ പുട്ടുപൊടി ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഒട്ടും റോസ്റ്റ് ചെയ്തെടുക്കാതെ തന്നെ സ്റ്റീം ചെയ്ത നല്ല പുട്ടുപൊടി നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കാം. ഇനി ഇതിൽ നിന്ന് ഞാൻ 2 കപ്പ് എടുത്ത് ഇപ്പോൾ പുട്ടുണ്ടാക്കുകയാണ്. ബാക്കി ഞാൻ സിപ്ലോ കവറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. ഇപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. വെയിലുണ്ടെങ്കിൽ ഞാൻ സാധാരണ വെയിലത്ത് വെച്ച് ഫ്രിഡ്ജ് വെക്കാറില്ല, പുറത്ത് തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് ഞാനിങ്ങനെ അളന്നെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നനച്ച് പുട്ടുണ്ടാക്കാം.
ഇതിനാവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് പുട്ട് നനച്ചെടുക്കാം. ഈ പുട്ടുപൊടി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് നനച്ചെടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ച് പുട്ട് നനച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ച് നമുക്കൊരു സ്പൂണും കൊണ്ട് തന്നെ ഇതൊന്ന് നനച്ചെടുക്കാം. വറുത്ത പൊടിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒപ്പം വെള്ളം സ്റ്റീം ചെയ്ത പുട്ടിന് പൊടിക്ക് നനയ്ക്കാനായിട്ട് വേണ്ട. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് നനച്ചെടുക്കാം. സ്റ്റീം ചെയ്ത പുട്ടുപൊടിയാണെങ്കിൽ നമ്മൾ 2 കപ്പ് എടുക്കുമ്പോൾ വറുത്ത അരിപ്പൊടിയാണെങ്കിൽ നമ്മൾ 1.5 കപ്പാണ് എടുക്കുന്നത്. കാരണം സ്റ്റീം ചെയ്യുമ്പോൾ ഈ പൊടിയുടെ അളവ് അങ്ങനെ കുറയുന്നില്ല. അരിപ്പൊടി വറുത്ത് കഴിയുമ്പോൾ അളവ് കുറയും. അത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ഇത് നനച്ചെടുക്കുന്ന സമയത്ത് പൊടിയുടെ അളവ് വീണ്ടും കൂടുകയും ചെയ്യും. പിന്നെ സ്റ്റീം ചെയ്യുമ്പോൾ പൊടിയുടെ അളവിൽ വലിയ വേരിയേഷൻ വരുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ എടുക്കുന്ന പുട്ടുപൊടി എത്രയോ അത് നനച്ച് കഴിയുമ്പോൾ നമുക്ക് അത്രേ തന്നെ കിട്ടുകയുള്ളൂ. അങ്ങനെ അളവ് അങ്ങ് കൂടത്തില്ല. അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ പുട്ടുപൊടി അളവെടുക്കുക. ഇനി നമുക്കിത് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാം. കൈ കൊണ്ടൊന്ന് തിരുമ്മി ഇതിൻ്റെ നനവ് എല്ലായിടത്തും ഒരുപോലെ ആക്കിയും എടുക്കാം. പുട്ടിൻ്റെ നനവ് പാകമാണോ എന്നറിയാം. നമ്മളിങ്ങനെ കുറച്ച് പൊടിയെടുത്ത് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് ഇടണം. എന്നാൽ അത് തൊടുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോവുകയും ചെയ്യണം. പുട്ടിൻ്റെ നനവ് പാകമാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കട്ടകളൊന്നും ഇല്ല. നമുക്ക് നേരെ വേണ്ടി പുട്ടുണ്ടാക്കാം. പക്ഷേ ഞാനിതൊരു 3 സെക്കൻഡ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. മിക്സിയിലിട്ട് 3 സെക്കൻഡ് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നതിലും വളരെ സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് കുറച്ച് പകർന്നു കൊടുക്കാം. ജസ്റ്റ് ബ്ലേഡ് മൂടി മാത്രം പൊടിയിട്ട് കൊടുക്കാവുള്ളൂ. മിക്സി നിറച്ച് നമ്മൾ പൊടിയിട്ട് 3 സെക്കൻഡ് അടിക്കരുത്. ഇപ്പോൾ ഞാനിത് മിക്സിയിൽ ഒരു 3 സെക്കൻഡ് കറക്കിയെടുത്തിട്ടുണ്ട്. പുഷ് ഉള്ളതാണെങ്കിൽ നമ്മൾ 2 തവണ പുഷ് ചെയ്താൽ മതി, അല്ലെങ്കിൽ റിവേഴ്സ് ഇട്ടാൽ മതി. അധികം അരഞ്ഞു പോകരുത്. ഇതുണ്ട്, ഇതൊന്ന് കൈ കൊണ്ട് നമ്മൾ പിടിക്കുമ്പം തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. ഈ രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴേ തന്നെ അറിയാം അതിൻ്റെ വ്യത്യാസം എന്തുമാത്രം ഉണ്ടെന്ന്. അതുകൊണ്ട് കട്ടയില്ലെങ്കിലും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഞാൻ ബാക്കിയും കൂടെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഞാനിത് രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല മയമായിട്ട് കിട്ടി. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് പുട്ട് തയ്യാറാക്കാം. ഞാനിവിടെ പുട്ടുകുറ്റിയിലും പുട്ട് തയ്യാറാക്കുന്നുണ്ട്. ഒരു ചിരട്ടപ്പുട്ടുമാണ് തയ്യാറാക്കുന്നത്. കുറ്റിയിൽ നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുന്ന പോലെ ചില്ലിട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു കുറ്റിയിൽ 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് തേങ്ങ ഇട്ട് അങ്ങനെ 2 ലെയറായിട്ടാണ് പുട്ടുകുറ്റിയിൽ ഞാൻ പുട്ടുണ്ടാക്കുന്നത്. അതൊന്നിച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇടയ്ക്ക് തേങ്ങ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റീം കയറി പെട്ടെന്ന് ഇത് വെന്ത് കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. അപ്പം ഇത് നിറച്ച് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ചിരട്ടപ്പുട്ടൂടെ നിറച്ചെടുക്കാം. അതിനുശേഷം 2 നമുക്ക് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കാം. നല്ല പഞ്ഞി പോലത്തെ പുട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ടേസ്റ്റോടു കൂടി ഈ പുട്ട് കഴിക്കാം. 2 സ്പൂണങ്ങ് തൊടുമ്പോഴേ അറിയാം എത്ര സോഫ്റ്റ് ആണെന്ന്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. കാരണം എല്ലാവർക്കും ഇഷ്ടമാവും. അത്രയ്ക്കും നല്ലൊരു പുട്ടാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്